ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോർത്തേൺ കോൾ ഫീഡ്സ് ലിമിറ്റഡ് എന്നാണ്. ഈ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയ ഡേറ്റ് നോക്കുവാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ ഡേറ്റ് നോക്കുവാണെങ്കിൽ 16/4/2025 ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ ഡേറ്റ്. ഇനി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കുവാണെങ്കിൽ 10/5/2025 ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഓർത്തിരിക്കുക, 10/5/2025 ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടെക്നീഷ്യൻ ഫിറ്റർ ട്രെയിനി ആണ്, കാറ്റഗറി 3 ആണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ തുല്യമായിട്ട് എന്തെങ്കിലും പഠിച്ചതായിരിക്കണം, അതുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ IT 2 വർഷത്തെ കോഴ്സ് IT പഠിച്ചിരിക്കണം. അത് പറയുന്ന ട്രേഡ് പറയുന്നത് ഫിറ്റർ ട്രേഡ് ആയിരിക്കണം പഠിച്ചിരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. വിത്ത് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, NCVC, അതായത് നാഷണലിൻ്റെ ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ആയാലും മതി. വിത്ത് നിങ്ങൾക്ക് 1 ഇയർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ രണ്ടാമത് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ട്രെയിനി കാറ്റഗറി 3 ആണ്. അതും 10ാം ക്ലാസ്, അതോടൊപ്പം തന്നെ IT 2 വർഷം പഠിച്ചിരിക്കണം. അത് ഇലക്ട്രീഷ്യൻ ട്രേഡ് പഠിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ വെൽഡർ ആണ്, ട്രെയിനി കാറ്റഗറി നമ്പർ 2. അതും 10ാം ക്ലാസ്, അതോടൊപ്പം തന്നെ ITL വെൽഡർ ട്രേഡ് പഠിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് 10/5/2025 അതിന് മുമ്പ് അപ്ലൈ ചെയ്യാൻ നോക്കും. ഇനി ഇതിൻ്റെ ടോട്ടൽ വേക്കൻസി നോക്കുവാണെങ്കിൽ ഓരോ കാസ്റ്റ് വൈസിലെ വേക്കൻസി ടെക്നീഷ്യൻ ഫിറ്റർ ട്രെയിനി കാറ്റഗറി 3 ഇവിടെ SCക്ക് 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. STക്ക് വേക്കൻസി ഇല്ല. OBCക്ക് 3 വേക്കൻസി, ടോട്ടൽ 4 വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിർത്തിക്കും. ഇത് ബാക്ക്ലോഗ് വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് നോക്കാം, ആദ്യം, കാരണം ഇത് കൺസിഡർ ചെയ്യുന്ന വേക്കൻസിയാണ്. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന ടെക്നീഷ്യൻ ഫിറ്റർ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലേക്കുണ്ട്. അതും വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ട്രെയിനി കാറ്റഗറി 3 എക്സ്കവേഷൻ ആണ് വിളിച്ചിരിക്കുന്നത്. അവിടെ വേക്കൻസി ഒന്നുമില്ല. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വിളിച്ചിരിക്കുന്ന 1 വേക്കൻസി, അത് STക്കാണ് വിളിച്ചിരിക്കുന്നത്. ദെൻ ടെക്നീഷ്യൻ വെൽഡർ കാറ്റഗറി 3 ട്രെയിനി എക്സ്കവേഷൻ ആണ്. അത് 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് SCക്കാണ് 1 വേക്കൻസി. അങ്ങനെ SCക്ക് ടോട്ടൽ 2 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. STക്ക് 1 വേക്കൻസി, OBCക്ക് 3 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 6 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ബാക്ക്ലോഗ് വേക്കൻസി ബേസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. ബാക്ക്ലോഗ് വേക്കൻസി അവർ എടുക്കുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ആണ്. സോ ഇതിൻ്റെ നിങ്ങളുടെ സാലറി ചിലപ്പോൾ ട്രെയിനിങ് നിങ്ങൾക്ക് പെർമനൻ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ട്രെയിനിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് പെർ ഡേ നിങ്ങൾക്ക് കിട്ടുന്നത് 1583 രൂപയാണ് പെർ ഡേ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. 1 ഇയർ ആയിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇപ്പം അത്യാവശ്യമാണ്. ഓരോ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഓരോ ജോബ്. ഇത് പറ്റുന്നവർ IT ഉള്ളവർക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യുക. രണ്ടാമത് വെച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ ആണ്. ഇതിലേക്കും സെയിം പേ ആണ് വരുന്നത്. 1 ഇയർ ആണ്. ടെക്നീഷ്യൻ വെൽഡർ ട്രെയിനിയിലേക്കും എക്സ്കവേഷൻ ആണ്, 1 ഇയർ ആണ്. ഓർത്തിരിക്കുക. 1536 ആണ് ഇവിടെ പെർ ഡേ കിട്ടുന്ന സാലറി എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത്. അതോടൊപ്പം ജനറൽ EWSന് റിലാക്സേഷൻ ഇല്ല. SC/STക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ OBCക്ക് 3 വർഷത്തെ, PWD ജനറൽ കാൻഡിഡേറ്റിന് 10 വർഷത്തെ, അങ്ങനെ ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ, OBC, അതുപോലെ തന്നെ EWS കാൻഡിഡേറ്റിന് 1000, നിങ്ങൾക്ക് 150 രൂപ. GSTയുടെ വരുമ്പോൾ 1180 വരും. SC/ST, ESM, അതുപോലെ PWD ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഫീ ഇല്ലെന്ന് ഓർത്തിരിക്കും. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് CBT ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. CBT ബേസ്ഡ് എക്സാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. 2 സെക്ഷൻ ഉണ്ടായിരിക്കും. സെക്ഷൻ A, സെക്ഷൻ B. 100 മാർക്ക്, 90 മിനിറ്റ് ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പറയുന്നത്. സെക്ഷൻ A ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് ആയിരിക്കും വരുന്നത്. അത് 70 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. സെക്ഷൻ Bയിലാണെങ്കിൽ ജനറൽ നോളജ്, ജനറൽ അവയർനെസ്, റീസണിങ്, വെർബൽ ആൻഡ് മെൻ്റൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 30 മൾട്ടിപ്പിൾ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇതിന് റോങ് ആൻസറിന് പെനാൽറ്റി, അതായത് നെഗറ്റീവ് മാർക്ക് ഇല്ലെന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ ചൂസ് ചെയ്യാൻ പറ്റിയ ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ബ്ലാക്ക് ഓർ ബ്ലൂ പിങ്ക് പെൻ വെച്ചിട്ട് സിഗ്നേച്ചർ ഇട്ടത് JPG ഫോർമാറ്റിലാക്കി അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്ഷൻ A, താഴോട്ട് വരുമ്പോൾ സെക്ഷൻ A എന്ന് പറയുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. ഓരോ പോസ്റ്റിനും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. അതായത് ടെക്നീഷ്യൻ ഫിറ്ററിൻ്റെ സിലബസ് ആണ്. നെക്സ്റ്റ് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ സിലബസ് ഉണ്ട്. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴോട്ട് വരുമ്പോൾ സെക്ഷൻ B നിങ്ങൾക്ക് വരുന്ന സിലബസ് കൊടുത്തിട്ടുണ്ട്. ജനറൽ നോളജിലെ ജനറൽ അവയർനെസ്, റീസണിങ്ങിലെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം നിങ്ങൾ മറക്കരുത്, ഇത് ഓപ്പൺ ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 17/4/2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 10/5/2025. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.